മണിപ്പൂർ പോയപ്പോൾ അവരുടെ കൂടെ ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്നത്. ഇവരുടെ കൂടെ അടുത്ത ഡാൻസ് കളിച്ച് നമ്മുടെ പണിയെല്ലാം ചൂട് പിടിച്ച് ഇതാ അവിടെ നമ്മുടെ പന്നീനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ചോറാകുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചട്നി സബ്ജി അതുപോലുള്ള കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. ഇത് കടലയാണ്, ഇതുണ്ട് മീനാണ്, ചെറിയ മീൻ. പെണ്ണിനെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴും റൈഷാപ്പാരി ഗ്രാമത്തിൽ തന്നെയാണുള്ളത്. അതാ രാവിലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജമാത്തിയ ആളുകളുടെ കല്യാണം, ട്രഡീഷണൽ കല്യാണം. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ, ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തുള്ള വീട്ടിൽ കല്യാണം നടക്കുവാണ്. അപ്പം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇന്ന് രാത്രി നാളെയായിട്ടാണ് കല്യാണം. അന്നേരം നമുക്ക് 2 ദിവസമായിട്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കല്യാണത്തിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്നവർ, കല്യാണത്തിൻ്റെ ട്രഡീഷണൽ രീതികളും ഒക്കെ കാണാം. ഇതുണ്ടെങ്കിൽ ഇത് കല്യാണ പന്തലാണ് കേട്ടോ. ഇവിടെ പന്തൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ. ഇതിൻ്റെ പൂജയുടെയൊക്കെ വേണ്ടിയിട്ടുള്ള കല്യാണ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കല്യാണത്തിൻ്റെ തലേദിവസം ഓരോ ഒരുക്കങ്ങളുണ്ടാവില്ല, അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ട് അതുപോലുള്ള കാര്യങ്ങളാണ്. അമ്പായി ഇതുണ്ടെങ്കിൽ ഓട പൂ കൊണ്ട് പൂവാക്കുകയാണ്. അടിപൊളി കണ്ടങ്ങൾ. എനിക്കും ഇവരുടെ ഭാഷ അറിയില്ല, ഇവർക്ക് എൻ്റെ ഭാഷ അറിയത്തില്ലേ. പക്ഷെ ഞാനിങ്ങനെ എല്ലായിടത്തും വെളിഞ്ഞു കയറി ചെല്ലും. വാവ്, സൂപ്പർ. കണ്ട ഈ ചേട്ടൻ പൂ നെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ. അതിൻ്റെ തൊലി തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെളിഞ്ഞ് നെയ്തിട്ടേക്കുന്നത് കണ്ടെങ്കിൽ. വാ, ബ്യൂട്ടിഫുൾ. സൂപ്പർ. ഇവിടെയാണ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇന്നത്തെ ചടങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ അപ്പൂപ്പന് ഇവിടെ വേറെന്തൊരു സാധനം, ചെറിയ സാധനം ആക്കുന്നുണ്ട്. എന്ത് കുത്തി അല്ല, ഇതും പൂവാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പൂവുണ്ട്. ഓക്കെ, ഇതിങ്ങനെ വളച്ച് വെക്കാനുള്ളതാണ്. എൻ്റെ ദൈവം, എല്ലാം ഓട കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇവരുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ഇവരുടെ ദൂരെയുള്ള ഗ്രാമത്തിലാണ് കല്യാണ പെണ്ണ് ഉള്ളത്. ഇവിടെ ചെക്കൻ്റെ വീടാണിത്. അപ്പോൾ അവർ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കൂട്ടിയിട്ട് വരും. അപ്പോൾ കൂട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമാവും. വൈകുന്നേരം കൂട്ടി വന്നതിന് ശേഷം പിന്നെയാണ് കല്യാണം തുടങ്ങുന്നത്. ഇന്ന് രാത്രിയാണ് കല്യാണം. നാളെ രാവിലെ ഇതിൻ്റെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന്. ശരിക്കും ആഘോഷം വരുന്നത് നാളെ രാവിലെയാണ് കേട്ടോ. ഓക്കെ, എല്ലാ കാഴ്ചകളും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയുള്ള വണ്ടിയാണ് പോകുന്നത്. നോക്കി അലങ്കാരങ്ങളുണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ നാട്ടിലെ അലങ്കാരം. അടിപൊളി. അത് വാഴയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടിയിട്ട് ചെക്കനെ യാത്രയാക്കാണ് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. പെണ്ണ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ആഘോഷം തുടങ്ങുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ഗ്രാമത്തിലെ ആളായി മാറിയേ. ഹായ് ഹംബായ്. ഓക്കെ, close till I get up. Time is barely on our side. I don't wanna waste what's left. ഇവിടെ ഇപ്പം പന്തൽ കെട്ട് പരിപാടികളൊക്കെയാണ്. പന്തലെല്ലാം കെട്ടിത്തുടങ്ങി. ഇതുണ്ട് ഓറഞ്ച് കളറുള്ള തുണിയെല്ലാം വെച്ചിട്ട്. ഹംബായ്. ഓക്കെ, ഇത് വലിയ കല്യാണ വീട്ടിൽ വലിയ കലമെല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ കലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് രാത്രി നാളേക്ക് ആയിട്ട് ഇത് കുക്ക് ചെയ്യലും പരിപാടി ഒക്കെ ആയിരിക്കും. ഹംബായ് ഭയ്യ, ഹംബായ്. ഇതുണ്ട് ഇവിടെ നമ്മൾ രാവിലെ അവർ ഇതാക്കുന്ന കണ്ടില്ലേ, വൃത്തിയാക്കുന്നുണ്ടല്ലേ. അതിങ്ങനെ മുള കൊണ്ട് പൂ പോലെ ആക്കിയിട്ട് ഇതിവിടെ ഒരു ഇതുപോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം എന്തെല്ലോ പൂജയും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. വൈകുന്നേരം പരിപാടി. ഇവരിപ്പം പെണ്ണിനെ കൂട്ടാൻ പോയിട്ടുള്ളത്. പെണ്ണിനെ കൂട്ടിയെന്ന് പറഞ്ഞു കുറേ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളിന്നലെ വന്ന വഴിയില്ല, അതേ വഴി തന്നെയാണ് കേട്ടോ പോകേണ്ടത്. ഏകദേശം 5 മണിക്കൂർ അടുപ്പിച്ച് റൈഡ് ചെയ്യാനുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും 12 മണിക്കൂർ അടുപ്പിച്ചാവും. ഇത് ഇവിടെ എല്ലാം പന്തലിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചാണകം മേഞ്ഞത് പന്തലിടാൻ വേണ്ടിയായിരുന്നു. അടിപൊളി, കൊള്ളാം. ഞാനും ആവേശത്തില്ല, ഇവരുടെ കല്യാണം എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയുള്ള ആവേശത്തിലാണ് ഞാനും. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതാ രാത്രിയായി. നമ്മുടെ കല്യാണത്തിന് പോയ ടീം പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് സിഗ്നൽ കിട്ടി. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ, അവിടെ ലൈറ്റില്ല കേട്ടോ, ഈ കടൻ്റെ ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ പടക്കമെല്ലാം കത്തിച്ചിട്ടാണ് സ്വീകരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. പടക്കം പൊട്ടുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. വല്ലാണ്ട് രാത്രി 7 മണിയായി കേട്ടോ ഇവിടെ ടൈം ഇപ്പോൾ. ഫ്രണ്ട്സ് അങ്ങനെ ഇതാ പെണ്ണിനെയും കൊണ്ട്, കല്യാണ പെണ്ണിനെയും കൊണ്ട് വണ്ടി വന്നത്. ഇവിടെ എല്ലാം നിറച്ച ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് എത്ര, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവനുണ്ട്. ഇത് പടക്കവും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പൊട്ടും. ഇതാ അടുത്ത വണ്ടി ഇത് അവിടെ നിന്ന് വരുന്നുണ്ട്. ബോർഡറിൽ നിന്ന് രാത്രിയിൽ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർ ലേറ്റ് ആയതാണ്. വണ്ടിയെല്ലാം വന്നു, ആകാശമായി. ഇവിടെയെല്ലാം നിറച്ച ആൾക്കാരെല്ലാം കൂടി. അടിപൊളി. ഇനിയുണ്ടല്ലോ ഇവിടെ നിന്ന് ഇവർ പെണ്ണിനെ സ്വീകരിച്ച് ആഘോഷമായിട്ട് വീട് അത് അങ്ങോട്ടേക്കാണ്, അങ്ങോട്ടേക്ക് പോകും. നമ്മൾ രാവിലെ കണ്ടില്ലേ പന്തലൊക്കെ ഇട്ട വീട്. പിള്ളേർക്കെല്ലാം ഭയങ്കര ആഘോഷമാണ്. അയ്യോ ലൈറ്റ് പോയി. യെസ്, ലൈറ്റ് വന്നേ. കാരണം ഇവിടെ ഇപ്പം ലൈറ്റ് ഒന്നും ഇല്ലാത്ത. ഓക്കെ, നമ്മുടെ SMG അവർ വണ്ടീൻ്റെ ലൈറ്റ് ഓണാക്കി തരാം. നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ലൈറ്റ് ഓണാക്കി ഇടാൻ പറയാൻ പോയിട്ടുണ്ട്. അവരങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാം, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. നല്ല തണുപ്പാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ നല്ല രീതിയിൽ മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും ആളുകളൊക്കെ കണ്ടില്ല, എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവനുണ്ട് കേട്ടോ. ഇവരുടെ കല്യാണമൊക്കെ അങ്ങനെയാണ്. ആരും പോയി വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും അറിഞ്ഞ് കണ്ട് വരിക എന്നുള്ളതാണ്. പെണ്ണിനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതെ, ഇവിടെ ബാൻഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഘോഷം അടിപൊളി. ആകാശം തുടങ്ങി, പെണ്ണിപ്പോൾ ഇറങ്ങി വരും. എല്ലാവരും ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. പെണ്ണിനെ കിട്ടിയ സന്തോഷമാണ്. അതായത് പെണ്ണിനെ അവിടെ ചെറുക്കൻ്റെ കല്യാണമല്ല, ഇപ്പോൾ പെണ്ണിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ്. ആർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തം സന്തോഷമായിരിക്കും. അടിപൊളി. ഇതിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇനിയിപ്പം നാളെയാണ് ശരിക്കും ഒറിജിനൽ ആഘോഷം. ഫ്രണ്ട്സ് ഇവിടെ അതാ ഇവിടെ മറ്റേ ബാൻഡിൻ്റെ ടീമുണ്ടല്ലോ, അവർ ബാൻഡ് നിർത്തി. അപ്പാടെ ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാവരും കൂടി ചൂടായ അവർക്ക് ഡാൻസ് കളിച്ച് മതിയായിട്ടില്ല, ഇനിയും കളിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആണുങ്ങൾ ആരും ഡാൻസ് കളിക്കുന്നുണ്ടാവില്ല, പെണ്ണുങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാത്തിനും ഡോമിനേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. ഭയങ്കര രസമുള്ളൊരു കൾച്ചറാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി പെണ്ണിനെ കൊണ്ട് വീട്ടിലോട്ട് പോവാണ്. ഇത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. പെണ്ണെവിടെ? വണ്ടിക്കകത്തുള്ള പെണ്ണിനെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാവേ. ഹലോ ഹലോ. ഫ്രണ്ട്സ് അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലോട്ട് എത്തിയേ. ഇതിനകത്ത് ഇത് തന്നെ പെണ്ണ് കേട്ടോ. ഇതാണ് പെണ്ണ്. പെണ്ണിനെ ഇങ്ങനെയാണ് കൊണ്ടിരുന്നത്.
സോറി, പെണ്ണ് മാറിപ്പോയി. അതല്ല പെണ്ണ് ഇനി എത്തിയിട്ടില്ല. ഇതെല്ലാം ബന്ധുക്കാരാണ്, ബന്ധുക്കാർ വരുന്നതാണ്. ഇവിടെയാണ് ഇവരുടെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ്. ഇതുണ്ട് പന്തലുണ്ട്. ഞങ്ങൾ അടിപൊളി കളർഫുൾ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ ചാണകം മെഴുകുന്ന കണ്ട സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴത്തെ കളർ ഉണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഇവിടെ രാത്രിക്കത്തെ ഭക്ഷണത്തിനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വീടുകളുടെ സെറ്റപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡ് ഒഴിഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇതാണ് അടുക്കളപ്പുറത്തിൽ ഇതാ ഭക്ഷണം ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഹായ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ട് കേട്ടോ. എൻ്റെ ഫോണിലും ഗോപ്രോ ക്യാമറയിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മാറ്റി മാറ്റി കാണിക്കാമല്ലോ. കാരണം യെസ്, ഇതാ ഇവിടെ ഉണ്ടോ നിങ്ങൾ. ഒരു ലൈനിൽ ഇങ്ങനെ അടുപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ പകൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് പല വീടുകളിൽ നിന്ന്, ഇത് ഒരു വീട്ടിൽ നിന്നല്ല, പല വീടുകളിൽ നിന്ന് ഈ കാണുന്ന കലങ്ങൾ, പാത്രങ്ങൾ, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം പല വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഓരോരുത്തരുടെ വീട്ടുകാരുടെ. അതെല്ലാം കൂടി ഒരുമിച്ച് കുറേശ്ശെ ഭക്ഷണം പാകം ചെയ്യും. അടിപൊളി. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പ് ഇല്ല, വൈകുന്നേരം വന്ന് അടുത്തുള്ള വീടുകളിൽ നിന്നല്ല വരകല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫുഡ് ഉണ്ടാക്കുന്ന രീതി, അതേ രീതി തന്നെയാണ്. നാളെ രാവിലെ, ഇന്നിപ്പോൾ സാധാരണ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്, നാളെ രാവിലെ വിശാലമായിട്ട് ഇവർ എന്താ പറയുക, ഗ്രാൻഡ് പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ അതിൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കല്യാണ ചെക്കനെയും പെണ്ണിനെയും കൂടി ഉണ്ടല്ലോ ആനയിച്ച് കൊണ്ടിരുന്ന ചടങ്ങാണ് ഇനി. ആനയിച്ചിട്ടുണ്ടല്ലോ. അത് നിങ്ങളിവിടെ ഈ കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ദേവതന്മാരെ കുടിയിരുത്തിയേക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് താഴെ രാജാവിൻ്റെ എന്താ പറയുക, സിംഹാസനം പോലെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി അവിടെ നിന്നാണ് കല്യാണം. ആദ്യം അനുഗ്രഹം വാങ്ങണേ. ചക്കനും പെണ്ണും വരുന്നുണ്ട് കേട്ടോ. അയ്യോ, കാണാൻ പറ്റുന്നില്ലല്ലോ, മുഴുവൻ തുണിയിലിട്ട് മൂടിയിട്ടാണുള്ളത്. 14 ദേവതമാരെയും ഇവർ വണങ്ങും കേട്ടോ ഒരുമിച്ച്. ഈ താഴെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കാണുന്ന ഇതല്ലേ, കേട്ടോ, ഇതെല്ലാം ദേവതമാരുടെ പ്രതിരൂപങ്ങളാണ്. ഇനിയുണ്ടല്ലോ ചെക്കനും പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരുവാണ്. ആനയിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇത് താഴെ അവിടെ ലൈറ്റ് കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയി കാണിച്ചു തരാവേ. ഇവിടെ ആയിട്ടാണ്, ഇതാണ് സിംഹാസനം. ഇവിടെ ഇവരെ വലിയ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഓടെല്ലാം കുത്തി, കൊമ്പെല്ലാം കുത്തി. കണ്ടങ്ങള് ചെക്കനും പെണ്ണിനും മുമ്പ് ഞാൻ പോകാൻ പാടില്ലെന്നാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് കല്യാണം നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, വിശദമായി കാണിച്ചു തരാം. താടിറങ്ങി വരുന്നുണ്ട്. ഇതുണ്ട്, ഇതാണ് കേട്ടോ പീഠം. ഈ കാണുന്നത്, ഇവിടെ നിങ്ങൾ ഈ കാണുന്നില്ല, ഇതാണ് പീഠമേ. അവിടെ ഇരുത്തിയാണ് കല്യാണം നടക്കുക. അതാ ചെറുക്കനും പെണ്ണും വന്നു. ഇനിയും പടക്കമുണ്ട് കേട്ടോ. അമ്മാവനും വലിയ മൂത്തമ്മാനും തമ്മിൽ സംശയങ്ങളായി മറ്റേ ചടങ്ങിന്റെ കാര്യത്തിൽ. നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെ തന്നെ കേട്ടോ. ഒരാളുടെ അഭിപ്രായം ഒരാൾ പറയും, വേറൊരാൾ വേറൊരു അഭിപ്രായം പറയും. ഇത് ഫൈനലൈസ് ആവുന്നവരെ ചെക്കനും പെണ്ണും നോക്കിയേക്കണം. ചെക്കനെ അതിന്റെ മേലെ കയറ്റി നിർത്തിയിട്ടുള്ള എന്തോ ഒരു ചടങ്ങാണ്. ഞാൻ ആ ഫ്രണ്ടിലോട്ട് പോകാം. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം കാണാൻ കിട്ടുന്ന അസുലഭ മുഹൂർത്തമാണ് കേട്ടോ. ഇതുപോലൊരു കല്യാണം ഇനി എപ്പോൾ കാണാൻ പറ്റും? ഇവിടെ വന്നാൽ, ഈ ഒരു ഗ്രാമത്തിൽ വന്നാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് ജമാത്തിയ വിഭാഗത്തിന്റെ കല്യാണത്തിന്റെ ചടങ്ങുകളാണ്. ഓക്കെ, ഇതാണ് കേട്ടോ പെണ്ണ്. പെണ്ണിനെയും ചെക്കനെയും ഇതുവരെ കണ്ടില്ല, മുഖം ഇതുവരെ കാണാൻ പറ്റിയില്ല. ഇപ്പം പെണ്ണും അവിടെ കയറി. അതുകൊണ്ടല്ല, ആ നിലത്ത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സിംഹാസനം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പൊ ചെറുക്കനിപ്പോൾ രാജാവാണ്, പെണ്ണ് റാണിയാണ്. ഇവരെ ഇനിയിപ്പോൾ തലയിൽ കൂടി വെള്ളം ഒഴിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞത്. കിണ്ടിയിലാണ് വെള്ളം കൊണ്ടുവന്നേക്കുന്നത്. അതിങ്ങനെ എന്തെല്ലാം മന്ത്രമെല്ലാം ചൊല്ലുന്നുണ്ട് കേട്ടോ. അതാണോ പൂജാരി?
അത് പൂജാരിയാണ് കേട്ടോ. അതാ വെള്ളമൊഴിക്കുന്നത്. ഹിന്ദു ആചാരങ്ങളായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവരുടെ ആചാരം ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ. തലവഴി വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് ഫ്രണ്ട്സ്. അതിൻ്റെ കൂടെയാണ് ഇതുപോലത്തെ ചടങ്ങും കേട്ടോ. അതാ വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഓരോ വെറ്റില, ഇത് കണ്ടോ വെറ്റില അടയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. വെറ്റില അടയ്ക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്ലാസ് മദ്യവും ഇവര് തന്നെ വാറ്റിയേക്കുന്ന അരിയുടെ മദ്യമാണ്, അതും കൊടുക്കും കേട്ടോ. അതൊരു ഈ ഒരു കല്യാണത്തിന് മസ്റ്റായിട്ടുള്ള കാര്യമാണിത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നേരം വെളുത്തു. ഞാനിപ്പോൾ കല്യാണ വീട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് വന്ന് കയറുവാണ്. ഇവിടെ എന്തെല്ലാം ചടങ്ങുകൾ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ പച്ചക്കറി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂവ പോലത്തെ വലിയ കൂവ പോലത്തെ സാധനം ഒരു കുക്കിംഗ് അല്ല ഇനിയാണ് ഇന്ന് ഹായ് കേട്ടോ. ഇല ഒരു സെപ്പറേറ്റ് ആയിട്ട് കറി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് കറി വെക്കുന്നുണ്ട്. നോക്കിയോ എന്ത് വലുതാണ് സാധനം. ഇത്രയും വലിയ സാധനം നമ്മുടെ നാട്ടിൽ കിട്ടില്ല. നമ്മുടെ കൂവ പോലത്തെ സാധനമല്ലേ, അതാണത്. ഞാൻ അടുക്കള ഭാഗത്ത് അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ. ഇതുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ല 14 ദേവതമാരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോകുന്നതെന്ന്. ആ ഒരു ചടങ്ങ് നടന്ന സ്ഥലം ഇതാണ്. ഇന്നലെ രാത്രി നമ്മൾ കണ്ട കല്യാണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാണ്. ഇവിടെയായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്കുണ്ടല്ലോ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. VIP, ഞാൻ പറഞ്ഞില്ലേ ഫാദർക്ക് ഇവിടുത്തെ ഭയങ്കര VIP ആണ്. അപ്പോൾ അവർ ഇവിടെ നിന്നൊന്നും കഴിപ്പിക്കാതെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. അങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഇന്നലെ സാധാരണ ഭക്ഷണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കാണിക്കാണ്ടിരുന്നത്. ഇന്ന് ആണ് ഇവരുടെ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് അടുക്കളപ്പുറം. ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ഓരോരോ വീട്ടിൽ നിന്ന് ഹായ് ഓരോ വീട്ടിൽ ഈ ഓരോ കലങ്ങളും പല പല വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ്. ഓക്കെ. സോ അവർ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോന്ന് വേഗുന്നതിന് ഇപ്പോൾ റെഡിയാണ്. റെഡി നെയ്യ് അതെ ഇവിടുന്ന് ഇളക്കി ശരിയാക്കുന്നത്. ഓക്കെ. വേഗുന്നേനെ ഇവിടെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്താണ് അരിക്കുന്നത് കേട്ടോ. ചോറ് അരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതേണ്ട ഇതിൻ്റെ അകത്ത് അരിച്ച് ചോറ് മാറ്റി 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 വെക്കും. എല്ലാം ഒരുമിച്ച് ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയല്ലേ. പണ്ടെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അതായത് വാടകയ്ക്കൊന്നും സാധനങ്ങളൊന്നും കിട്ടാണ്ടിരുന്ന സമയത്ത് അടുത്ത വീടുകളിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ അങ്ങനെ വാടകയ്ക്ക് വലിയ കാറ്ററിംഗ് ടീമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ് കുക്ക് ചെയ്യുന്നതാണ്. പോർക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇതവിടെ ആ ഒരു പുഴേൻ്റെ കരയിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, ലേക്കിൻ്റെ കരയിൽ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അവിടെയും കൂടി പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി നോക്കട്ടെ എന്താ അവിടെ ഉള്ളതെന്ന്. ഒരു പന്നിക്കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. അയ്യോ 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 അയ്യോ. നമ്മുടെ ആ ലേക്ക് ഇങ്ങനെ കറങ്ങി, ഇതൊരു ഞാൻ പറഞ്ഞില്ല ഒരു ദ്വീപ് പോലെയാണെന്ന്. ആ ഒരു ലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നതാണത്. അപ്പോൾ ലേക്കിൻ്റെ അവിടെ എന്തോ പരിപാടിയുണ്ട്. സസ്പെൻസ് പോയി നോക്കാം നമുക്ക്. എന്നെ വിളിക്കുന്നുണ്ട് അവിടുത്തെ. ഇവിടെ എന്തോ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. എന്താണെന്നറിയോ, പന്നീനെ ശരിയാക്കി എടുക്കുന്നതാണ്. ഹായ് ഹംബായ്. ഓക്കെ ഹായ് ഹംബായ്. ഹായ് ബൈ ഫ്രണ്ട്സ്. ഇതിവിടെ ഇവർ ഇന്നത്തെ സദ്യക്കുള്ള പന്നീനെ കൊന്നു. അതിൻ്റെ തൊലി കളയാണ്. അപ്പോൾ ലേക്കിൽ വെച്ചിട്ടാണ് ആ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ.
ഫുള്ള് വൃത്തിയായിട്ട്. എന്നെ ഇവർ രാവിലെ വിളിച്ച് കൊല്ലുന്ന സമയത്ത് വാ കൊല്ലുന്ന കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇത് വീഡിയോ കാണുന്ന കുഞ്ഞു പിള്ളേരും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരെല്ലാം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ജസ്റ്റ് ഞാൻ ഇവിടം വരെ വന്നായിരുന്നു. ഒരു 5 മണി ടൈമിൽ ഞാനിവിടെ വന്നു. ഇവിടെ ജസ്റ്റ് എന്താണ് കല്യാണ വീടിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പോയി. ഇവർ കൊല്ലാമെന്ന് കാണാൻ വേണ്ടി വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് തല ഇറങ്ങിയാലോ. 100 ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അടുത്ത കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇതുണ്ടെങ്കിൽ ഇവിടെ വാഴയുടെ കൂമ്പലിട്ട് ഇവരുടെ സ്പെഷ്യൽ ചട്നി ഇല്ല, ചട്നി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. ഇതുണ്ടെങ്കിൽ വാഴയുടെ ഇത് ഓരോ ഏരിയയിലും ഓരോ വീട്ടുകാർ ഓരോരോ സാധനങ്ങളുടെ ഇതിങ്ങ് ഏറ്റെടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണ്. ഇത് അവിടെ നമ്മൾ നേരത്തെ കണ്ടതുണ്ട്, പന്നീനെ അവിടെ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്യും. ഇവരുടെ സ്പെഷ്യൽ പന്നിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു കുക്കിംഗ് വ്ളോഗ് കൂടിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. പണിയെല്ലാം ചൂട് പിടിച്ച് ഇതാ അവിടെ നമ്മുടെ പന്നീനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ചോറാകുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചട്നി, സബ്ജി, അതുപോലുള്ള കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. ഇത് കടലയാണ്, ഇതുണ്ട് മീനാണ്, ചെറിയ മീൻ ഇതുണ്ട്. ഈ ഒരു ടൈപ്പ് ഇത് പുഴമീനാണ്, ഉണക്കിയ പുഴമീനാണ്. അത് കറി വെക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവര് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മുളകിൻ്റെ പൊടിയുണ്ട്, കുത്തി പൊടിച്ചേക്കുന്നതാണ് മുളക്. പിന്നെ മീനും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുവാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് അതാക്കാനുള്ള അടുപ്പാണ്. ഇവിടെ അവിടെ അരി ആക്കാനുള്ള അടുപ്പാണ്. ഇവിടെ കറികളൊക്കെ വെക്കാനുള്ളത്. ഇത് എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴേൻ്റെ ഇതും കാര്യങ്ങളൊക്കെ. ഇത് ഉരുളക്കിഴങ്ങാണ്, അത് ക്യാബേജ് തോരൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഹായ് ഹംബായ് ഹംബായ്. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഉണ്ടല്ലോ എന്തോ ഒരു ചടങ്ങിന് വേണ്ടി ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ എന്നെ ഇവിടുത്തെ ഒരു ചേച്ചി വന്ന് വിളിച്ചു. ഇപ്പം ഞാൻ ഇവരുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറായി മാറി കേട്ടോ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അപ്പോൾ വന്ന് വിളിക്കും. അപ്പോൾ അവിടെ എത്തിയെങ്കിൽ മാത്രമേ എന്താണ് ചടങ്ങെന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. അതാ മുമ്പിൽ പൂജാരിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരു ആടിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ദൈവം, ഇനിയിപ്പോൾ അതിനെ ഇറക്കാനാണോ എന്തോ. നമ്മളെല്ലാവരും ഉണ്ടല്ലോ അതാ ഈ ലേക്കിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നേ. നമ്മൾ കഴിഞ്ഞ ദിവസം ബോട്ടിംഗ് ഒക്കെ നടത്തിയില്ലേ, ആ ഒരു ലേക്കിൻ്റെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ പൂജാരി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. പൂജാരിയായിട്ടൊക്കെ ഇന്നലെ കമ്പനി ആയി കേട്ടോ. ഞാനിപ്പോൾ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറാണല്ലോ. ഓക്കെ, നമുക്ക് കാണാം 1 by 1 എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. നമ്മുടെ ചെക്കനും പെണ്ണും വന്നേ. ഇന്നാണ് ചെക്കനും പെണ്ണിനെ കാണുന്നത്. ഇതാണ് ചെക്കൻ, ഇതാണ് പെണ്ണ് കേട്ടോ. ഇവര് കുളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആടിനെയും കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. അവര് ആ ഒരു കുഞ്ഞാടിനില്ല, ആടിനെ ബലി കൊടുത്തു കേട്ടോ. ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തല മുറിച്ച് തല അവിടെ വെച്ചിട്ടുള്ള പൂജയാണ്. എന്നോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അയ്യോ, എനിക്ക് കണ്ടാൽ തലകറങ്ങും, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേ. നമ്മുടെ കറികളൊക്കെ അടുപ്പിൽ കയറിയിട്ടുണ്ട്, സബ്ജി, ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മുടെ പന്നീനെ മസാലയൊക്കെ ഇട്ട് പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇവർ നമ്മുടെ മിസോറാമിലെ പോലെയല്ല. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അപ്പം മസാലയൊക്കെ അത്യാവശ്യം നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ മസാലയൊക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ആച്ചായ നമ്മളിവിടെ ഇതാ ചട്നിക്കുള്ള പച്ചമുളക് ഇങ്ങനെയാണ് കേട്ടോ ചതയ്ക്കുന്നത്. മദ്യപാനോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിലിവിടെ കോമൺ ആണ് കേട്ടോ. ഓരോരുത്തർ പണിയെടുക്കുന്നു, കുറേശ്ശെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഉള്ളി മുറിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഹായ്, ഈ ബയ്യയുടെ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ. ഇന്നത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. യെസ്, സൂപ്പർ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് മുറിക്കുന്ന കണ്ടില്ലായിരുന്നു. ആ മുള്ളങ്കി, വലിയ മുള്ളങ്കി പന്നീൻ്റെ കൂടെ ചേർക്കും കേട്ടോ. മുള്ളങ്കിയെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഇവർ പന്നി കറി വെക്കുന്നത്. വാവ് ഫ്രണ്ട്സ്, ഇവിടെ ഉണ്ടല്ലോ, ഇത് മട്ടനാണ്. നേരത്തെ കൊന്ന ആ ഒരു ചെറിയ ആടില്ല, ആട്, ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇവർ ഇവിടെ ലോക്കൽ വൈനുണ്ട്, റൈസ് വൈൻ ഉണ്ട് കേട്ടോ. ഇത് ഇവർ അരിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. ഇതിപ്പം കല്യാണ വീടിൻ്റെ ഓരോ മൂലയ്ക്കും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സൈഡിലും ചങ്ങായി അടിച്ച് ഫിറ്റാണ് കേട്ടോ ഈ ചങ്ങായി. എല്ലാവരും, ചങ്ങായി മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ആ ഒരു എന്താ പറയുക കല്യാണ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇതെല്ലാം. ഓരോ മൂലയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ ഇരുന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ ഇതാ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പന്തലിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, എല്ലാവരും ഓൾമോസ്റ്റ് ലെവലാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോരോ സൈഡിൽ പോയി ഇന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്, ഓരോരോ സമയത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കുടുംബക്കാർ തന്നെയാണ്. അന്നേരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിവിടെ നിത്യഹരിജിയുണ്ട് ഇവിടെ നമ്മുടെ കൂടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ബോട്ടിന് വന്ന ഓർമ്മയില്ല ഞങ്ങൾക്ക്, ടെൻ്റ് അടിക്കാൻ പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ ഉണ്ടല്ലോ ഇതാണ് ഒരു കല്യാണത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ്. ഓക്കെ, സഖോയ് ഓ പോക്ക് ഓക്കെ ഓ ഗുദോക്ക് എന്നാണ് കേട്ടോ പറയുന്നത്. ഈ 3 എണ്ണമാണ് ഇവിടുത്തെ കല്യാണത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക സദ്യക്കുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഹംബായ് ഓക്കെ. പിന്നെ മുളകും നാരങ്ങയും കൊണ്ടേ വെക്കാം കേട്ടോ. കഴിക്കട്ടെ. ഇത് പന്നി വന്നിട്ട് നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെയല്ല, ഇതിൻ്റെ അത് മുളകെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. ചതച്ച മുളകെല്ലാം ഇടുന്നുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവാണ്. അതിൻ്റെ അകത്ത് പിന്നെ ഉണക്കമീൻ ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതില്ലേ ഈ ഒരു കറിക്കകത്ത് സക്കുയാണ്, സക്കുയിനും ഉണക്കമീൻ ഇടുന്നുണ്ട്. ഇവർ എല്ലാ കറീൻ്റെ അകത്ത് ഇവരുടെ ട്രഡീഷൻ്റെ അകത്ത് ഇവർ ഉണക്കമീൻ ഇടും കേട്ടോ. ഹംബായ്. കുറച്ച് സാധനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ പപ്പടമുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവരുടെ ഒരു മീനും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന മീനാണ് ഇത്. നമുക്ക് സ്പെഷ്യലാണ്, VIP സ്പെഷ്യൽ. ഇവിടുത്തെ തരുണീമണികളെല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഈ ചേച്ചിനെ എനിക്ക് പരിചയമില്ല. കുറേ ചോറും കറി എല്ലാം കൊണ്ടായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട്, ഞങ്ങളുടെ നാട്ടിലെ കല്യാണത്തിൻ്റെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട്. പിന്നെ വൈകുന്നേരം എന്തായാലും വരണം, വൈകിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ വൈകുന്നേരം വരണം എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഞാനെന്തായാലും വൈകുന്നേരം വരും, അത് വേറെ കാര്യം. ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ള കല്യാണത്തിൻ്റെ കലാശക്കൊട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തോടു കൂടി ഇവിടുത്തെ ഈ ഒരു കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോളിയെല്ലാം ഇട്ട് കേട്ടോ, മറ്റേ പൊടിയെല്ലാം ഇട്ട് ഹോളിയൊക്കെ ആഘോഷിക്കുന്നവരൊക്കെയാണ് ആഘോഷിക്കുന്നത്. ഇതൊരു രസമാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ മണിപ്പൂർ പോയപ്പോൾ അവരുടെ കൂടെ ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്നത്. ഇവരുടെ കൂടെ അടുത്ത ഡാൻസ് കളിച്ച് നമ്മുടെ എന്താ പറയുക ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അവൻ ഇതുപോലുള്ള കാഴ്ചകളൊക്കെയായി ഞാൻ ഇവരുടെ കൂടെ അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചകളായി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ